സോഫ്റ്റ് പേസ്റ്റൽ കളറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജീവൻ തുളുമ്പുന്ന ഒരു ഫാന്റസി ലോകത്തെന്ന പോലെ ഭംഗിയുള്ള കാർട്ടൂൺ ചിത്രങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ഇത്തരം ക്യൂട്ട് കാർട്ടൂൺ ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്തവർ വിരളമായിരിക്കും. OpenAI ChatGPT ഉപയോഗിച്ചുകൊണ്ടുള്ള കാർട്ടൂൺ ചിത്രങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയ. ജപ്പാൻ ആനിമേഷൻ സ്റ്റുഡിയോ ആയ ജിബ്ലിയുടെ സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ചിത്രങ്ങളാണിവ. ChatGPTയുടെ ഏറ്റവും പുതിയ വേർഷനായ 4o ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. സ്വപ്നലോകത്തെന്ന പോലെ ഭംഗിയുള്ള കാർട്ടൂൺ ചിത്രങ്ങൾ നിർമ്മിക്കാൻ തിരക്കുകൂട്ടുകയാണ് ഇന്റർനെറ്റ് ലോകം. ലോക രാഷ്ട്രീയത്തിലെ സുപ്രധാന സംഭവങ്ങൾ, ഫുട്ബോൾ, ക്രിക്കറ്റ് മാച്ചുകളിലെ മൊമെന്റുകൾ, വൈറൽ മീം ട്രെൻഡുകൾ എല്ലാം ഇന്ന് ജിബ്ലി ചിത്രങ്ങളായിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ജിബ്ലി ലോകമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. എന്നാൽ ഇങ്ങനെ AI ഉപയോഗിച്ച് ജിബ്ലി ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവർ തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഒരു പേരുണ്ട്: ഹയാവോ മിയാസാക്കി. 1985 സ്ഥാപിതമായ ജപ്പാൻ ആനിമേറ്ററി സ്റ്റുഡിയോ ജിബ്ലിയുടെ സ്ഥാപകരിൽ ഒരാൾ. മാംഗ സീരീസിന്റെ വലിയ ആരാധകനായിരുന്ന മിയാസാക്കിക്ക് അതുപോലൊരു ആനിമേഷൻ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ 1985 ജൂൺ 15 സുസുക്കി തോഷിയോ, ഇസാവ തക്കഹാറ്റ, മിയാസാക്കി എന്നിവർ ചേർന്ന് പ്രശസ്തമായ സ്റ്റുഡിയോ ജിബ്ലി സ്ഥാപിച്ചു. ആഴത്തിലുള്ള കഥ പറച്ചിലും കൈകൊണ്ട് വരച്ച ആനിമേഷനുമായിരുന്നു ജിബ്ലി സിനിമകളെ അസാധാരണ അനുഭവമാക്കി മാറ്റിയത്. ഓരോ കഥാപാത്രങ്ങൾക്കും അത്രയേറെ പ്രാധാന്യം നൽകുന്ന ആനിമേഷനുകളും ജിബ്ലി സിനിമകളെ അതിമനോഹരമാക്കി. നിങ്ങളൊരു ആനിമേ ഫാനിനോട് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതെന്ന് ചോദിച്ചാൽ അതിൽ ഒരു ജിബ്ലി സിനിമയെങ്കിലും ഉണ്ടായിരിക്കുമെന്നത് തീർച്ചയാണ്. സ്പിരിറ്റഡ് അവേയും മൈ നെയ്ബർ ടൊട്ടോറോയും എല്ലാം കണ്ടവരാരും ജിബ്ലി സ്റ്റുഡിയോയെ മറക്കില്ല. ഒരു കോണിൽ സോഷ്യൽ മീഡിയ യൂസേഴ്സ് ജിബ്ലി ചിത്രങ്ങൾ പങ്കുവെച്ച് സന്തോഷിക്കുമ്പോൾ മറുകോണിൽ ഈ ട്രെൻഡിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതെല്ലാം എളുപ്പത്തിൽ ചെയ്യുന്ന നിർമ്മിത ബുദ്ധി ലോകത്ത് ശക്തി പ്രാപിച്ചപ്പോൾ പലപ്പോഴായി ഉയർന്ന ആശങ്ക തന്നെയാണ് ഈ വിമർശനത്തിന് പിന്നിൽ. കലയും AIയുടെ കൈകളിലെത്തിയിരിക്കുന്നു. ജിബ്ലി സ്റ്റുഡിയോയുടെ തന്നെ ദ വിൻഡ് റേസസ് എന്ന ചിത്രത്തിൽ ഒരു രംഗമുണ്ട്. 1923 ഗ്രേറ്റ് കാൻഡോ ഭൂകമ്പത്തെ ചിത്രീകരിക്കുന്ന വളരെ ചെറിയ രംഗം. സ്വന്തം ജീവൻ രക്ഷിക്കാനായി തിരക്ക് കൂട്ടുന്ന ആളുകൾ, ആൾക്കൂട്ടത്തിൽ കുഞ്ഞിന്റെ കൈ പിടിക്കാൻ പാടുപെടുന്ന അമ്മയെയും പ്രായമായ സുഹൃത്തുക്കളെയും സ്യൂട്ട് കേസുകൾ നിറച്ച വണ്ടി തള്ളാൻ ശ്രമിക്കുന്ന മനുഷ്യനെയും എല്ലാം കാണാം. വെറും 4 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ആ രംഗം പൂർത്തിയാക്കാൻ EG യമനോരി എന്ന കലാകാരൻ 1 വർഷവും 3 മാസവും സമയമെടുത്തു. ഓരോ ആളുകൾക്കും അത്രയധികം പ്രാധാന്യം നൽകിയായിരുന്നു ആ കലാകാരൻ ചിത്രം വരച്ചെടുത്തത്. ഇതേ രംഗം AI ഉപയോഗിച്ച് നിർമ്മിക്കുകയാണെങ്കിൽ എത്ര സമയമെടുത്തേക്കാം? 2 മണിക്കൂറിലധികം എടുക്കില്ലെന്നത് ഉറപ്പ്. എന്നാൽ കഥകൾക്കുള്ളിൽ കഥകളെ നിറച്ച് ഒരു കലാകാരൻ സൃഷ്ടിച്ചെടുത്ത ആ സീൻ അത്ര തന്നെ മനോഹരമായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇത് തന്നെയാണ് AI ജിബ്ലി ചിത്രങ്ങൾക്ക് നേരെ ഉയരുന്ന പ്രധാന വിമർശനം. വർഷങ്ങൾക്ക് മുൻപ് 2016 ജിബ്ലി സിനിമയുടെ ആദ്യ AI ആനിമേറ്റഡ് ഡെമോ കണ്ടപ്പോൾ മിയാസാക്കി പറഞ്ഞ വാക്കുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എനിക്കിത് കണ്ട് വെറുപ്പ് തോന്നുന്നു. ഇത്തരം ക്രീപ്പി കാര്യങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഈ സാങ്കേതിക വിദ്യ എന്റെ ജോലിയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇതെന്റെ ജീവിതത്തിന് തന്നെ അപമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. മിയാസാക്കിയുടെ വാക്കുകളാണിത്. പുതിയ ടെക്നോളജിയെയും AIയെയും ഒന്നും അംഗീകരിക്കാൻ കഴിയാത്ത 84-കാരന്റെ വാക്കുകളായി വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. എന്നാൽ വർഷങ്ങളെടുത്ത് താൻ സൃഷ്ടിച്ച കലാസാമ്രാജ്യം ലോകത്തെവിടെ നിന്നും നിമിഷങ്ങൾക്കുള്ളിൽ നിർമ്മിക്കാൻ കഴിയുമെന്നതറിയുമ്പോൾ തകരുന്ന കലാകാരനെയും അവിടെ നിങ്ങൾ കാണാതെ പോകരുത്. ജിബ്ലി ചിത്രങ്ങളുടെ ആരാധകരും ട്രെൻഡിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി കഴിഞ്ഞു. ഇന്റർനെറ്റിലെ ട്രെൻഡുകൾ വളരെ പെട്ടെന്ന് മാറിമറിയും. ഇന്ന് ജിബ്ലിക്ക് പിന്നാലെ പോകുന്നവർ നാളെ മിയാസാക്കിയെ ഓർക്കില്ലായിരിക്കാം. എന്നാൽ അനിമെ ആരാധകർക്ക് ജിബ്ലി സ്റ്റുഡിയോയും ജിബ്ലി സിനിമകളിലെ കഥാപാത്രങ്ങളും എല്ലാം അനശ്വരമാണ്.